ഞാൻ കൊഴിച്ചു കളയും. ഇതെന്താ ഈ നിൽക്കുന്ന രാക്ഷസൻ ഒന്നും മിണ്ടാത്തത്? രണ്ടാമത്തെ രാക്ഷസൻ സുസുക്കിയെ വളരെ രൂക്ഷമായി നോക്കി. അത് വകവെക്കാതെ വീർ സുസുക്കിയുടെ കൈയും പിടിച്ച് കൊട്ടാരത്തിനകത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ രാക്ഷസൻ വീറിന് നേരെ വായിൽ നിന്ന് തീ തുപ്പാൻ തുടങ്ങി. വീറും സുസുക്കിയും ദൂരേക്ക് തെറിച്ചു വീണു. അപ്പോൾ വീർ ദൂരെ നിന്ന് തന്നെ ആ രാക്ഷസന് നേരെ അമ്പുകൾ ചെയ്യാൻ തുടങ്ങി. രാക്ഷസന്മാരും തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. കുറെ നേരമായി യുദ്ധം തുടർന്നു. അതിൽ രാക്ഷസന്മാർക്ക് പരിക്കുപറ്റി. 2 രാക്ഷസന്മാരും ഭയന്ന് ഓടിപ്പോയി. അത് കണ്ട് സുസുക ചിരിക്കാൻ തുടങ്ങി. ശരി വാ സുസുക, നമുക്ക് പെട്ടെന്ന് തന്നെ അകത്ത് പോയി നമ്മുടെ ദേവതയെ കണ്ടുപിടിക്കാം. വീരും സുസുക്കയും കൊട്ടാരത്തിനകത്തേക്ക് പോയി. അവരവിടെ ചെന്നപ്പോ കുറെ ദാസിമാർ ഒരു റാണിയെ പരിചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാസിമാർ വെഞ്ചാമരം വീശി കാറ്റ് നൽകുന്നതും കണ്ടു. ദേവതയെ നീയോ? ദേവതേ? എടാ ചെക്ക, നീ ആരാണ്? ഒരു മഹാറാണിയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള മര്യാദ പോലും നിങ്ങൾക്ക് അറിയില്ലേ? മഹാറാണിയോ? ആരാ മഹാറാണി? ഇതാണ് ഞങ്ങളുടെ മഹാറാണി. നിങ്ങളെല്ലാരും ഒന്ന് മിണ്ടാതിരിക്കാമോ? ഈ ദേവത ഞങ്ങളുടെ കൂട്ടുകാരിയാ. നിങ്ങളെല്ലാരും ഇവിടെ ബന്ധനസ്ഥയാക്കിയിരിക്കാം. വരൂ ദേവതേ, ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ഈ ദാസി പറഞ്ഞത് എന്താണെന്ന് നീ കേട്ടില്ലേ? പറഞ്ഞതൊക്കെ കേട്ടു, പക്ഷെ നീ എങ്ങനെയാണ് മഹാറാണിയായത്? നീ ഞങ്ങളുടെ ഒപ്പം വന്നതല്ലേ ദേവതേ, മറ്റൊരു ലോകത്ത് നിന്ന്? ഞങ്ങള് ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കാര്യം പറയൂ എന്താണെന്ന്. നീ എങ്ങനെ മഹാറാണിയായത്? ഭടന്മാരെ, ഇവരെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടയ്ക്കൂ. ഭടന്മാർ വീറിനെയും സുസുക്കയെയും പിടിച്ചുകൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടച്ചു. അപ്പോൾ ആ അദൃശ്യ ശബ്ദം അവിടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് നിങ്ങളെ കുറിച്ച് സൂക്ഷിച്ചു നിൽക്കണമെന്ന്. ഇപ്പോൾ കണ്ടില്ലേ? ഞങ്ങൾ എങ്ങനെയാ ഇനി ഇവിടുന്ന് പുറത്ത് കടക്കുക? നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റും വീർ. അതിനു മുൻപ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൂട്ടുകാരുടെ യഥാർത്ഥ രൂപം കാണണം. അപ്പോൾ തന്നെ ദേവത ഭടന്മാരെയും കൂട്ടി വീറിന്റെ അടുത്തേക്ക് വന്നു. ആ കല്ലുകളും കണ്ണാടിയും എനിക്ക് തരൂ. ഏത് കല്ല്? നിന്റെ ശക്തി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വസ്തുക്കൾ. നീ എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എനിക്ക് നിന്റെ ശക്തികൾ മാത്രമാണ് വേണ്ടത്. അത് നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഓർമ്മയിരിക്കട്ടെ, എന്തെല്ലാം ശക്തികൾ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. വീറും സുസുക്കയും ഒന്നും പറയാതെ നിന്നു. അപ്പോൾ ആ സമയത്ത് ഘനഗാംഭീര ശബ്ദമുള്ളതും നീണ്ട ദ്രംഷ്ടകളോടും കൊമ്പുകളോടും കൂടിയ ഒരു രാക്ഷസൻ അവരുടെ അടുത്തേക്ക് വന്നു. ആ രാക്ഷസൻ സ്വന്തം ശിരസ് ഇറക്കുകയും അതുപോലെ തിരിച്ചു വെക്കുകയും ചെയ്തു. ആ കാഴ്ച കണ്ട് ഭയന്ന സുസുക്ക വീറിന്റെ പുറകിലേക്ക് ഒളിച്ചു. ദേവതേ, ഇവരോട് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എങ്ങനെയാണ് ഇവരോട് പറയേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. കഥ ഇനിയും തുടരും. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റും ചെയ്യണം. അടുത്ത എപ്പിസോഡുകൾ കാണാൻ വേണ്ടി ഞങ്ങളുടെ പാപ്പ ടിവി നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പാപ്പ ടിവി മതി. പാപ്പ ടിവി മതി. പാപ്പ ടിവി പാപ്പ ടിവി മതി. എനിക്ക് നോട്ടിയെന്നാലേ